ഹരി ഓം. സുഹൃത്തുക്കളായ സജ്ജനങ്ങൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ സജ്ജനങ്ങൾക്കും വിശിഷ്യ ഇതൊരു ഭാഗവത പഠന ക്ലാസ്സായി നിത്യവും ഇത് കേട്ടുകൊണ്ട് വളരെ നല്ല അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുകയും ചെയ്ത എല്ലാവർക്കും ആദ്യമായിട്ട് എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമുക്ക് തുടർന്ന് ഭാഗവത ക്ലാസ്സുകളോടൊപ്പം തന്നെ നമ്മുടെ ആചാരങ്ങൾ അടങ്ങിയ ചില ആശയങ്ങൾ കൂടിയാണ് മറ്റോരോ അധ്യായത്തിലൂടെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഭാഗവത ക്ലാസ്സിലേക്ക് പോവുകയാണ്. നമ്മൾ ഭാഗവതം ദ്വിതീയ സ്കന്ധമായിരുന്നു കഴിഞ്ഞ ദിവസം ക്ലാസ്സായിട്ടെടുത്തത്. ഇന്ന് ദ്വിതീയ സ്കന്ധത്തിലെ പരമപ്രധാനമായിരിക്കുന്ന ഒരു ആശയമാണ് ചതുശ്ലോകി ഭാഗവതം. അപ്പോൾ ഈ ചതുശ്ലോകി ഭാഗവതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, ഭാഗവതം എന്നത് നമ്മൾ പത്മപുരാണത്തിൽ ഭാഗവതം മാഹാത്മ്യം സൂചിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, ഇതം ഭാഗവതം വേദാന്ത സാര സർവസ്വം എന്നാണ്. അപ്പോൾ ഈ ഭാഗവതം എന്ന് പറയുന്ന മഹാഗ്രന്ഥം വേദങ്ങളുടെയും വേദാന്തങ്ങളുടെയും സാരസർവസ്വമാണ്. സർവ സത്താണ് ഭാഗവതം എന്നാണ്. വേദങ്ങളുടെ സത്തിനെയാണ് ഭാഗവതം എന്ന് പരമജ്ഞാനികൾ വിശേഷിപ്പിച്ചിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഈ ഭാഗവതം എന്ന് പറയുമ്പോൾ ഇത് ചതുശ്ലോകി ഭാഗവതം എന്ന മഹത്തായിരിക്കുന്ന ഈ 4 ശ്ലോകത്തിൻ്റെ വിസ്തരിച്ചുള്ള ആ ഈശ്വരലീലയെ പ്രകീർത്തിച്ചുകൊണ്ട് വ്യാസമഹർഷി എഴുതിയതാണ് 18,000 ശ്ലോകമായിട്ട് ഭാഗവതത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് തത്വഗ്രഹണം കൊണ്ട്. അപ്പോൾ തത്വമാണ് സത്ത് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഭാഗവതത്തെക്കുറിച്ച് മറ്റു ചില പണ്ഡിതന്മാർ കൂടി സൂചിപ്പിച്ചിരിക്കുന്നത്, മഹാഭാരതത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന പരമജ്ഞാനമായിരിക്കുന്ന ഗീതാ തത്വങ്ങൾ വ്യാസമഹർഷി 18 അധ്യായങ്ങളായിട്ടാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആ പരമജ്ഞാനം തന്നെ ഭാഗവതത്തിലേക്ക് വ്യാസമഹർഷി കൊണ്ടുവന്നപ്പോൾ ഭഗവത്ഗീതയിലെ ഓരോ അധ്യായങ്ങളെയും 1000 ശ്ലോകങ്ങളാക്കി വിസ്തരിച്ചതാണ്. അങ്ങനെയാണ് ഭാഗവതത്തിന് 18,000 ശ്ലോകങ്ങളായിട്ട് അവതരിപ്പിച്ചത് എന്നുകൂടി ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. അപ്പം എന്തായാലും ഭാഗവതം വേദാന്ത സാര സർവസ്വമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ജ്ഞാനികളുടെ ഇടയിൽ. അപ്പോൾ ആ ഭാഗവതം ഈ വേദാന്ത സാര സർവസ്വം എന്ന് പറയുന്ന ഭാഗവതത്തിൻ്റെ കണ്ടൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ചതുശ്ലോകി ഭാഗവതമാണ്. എങ്ങനെയാണ് ചതുശ്ലോകി ഭാഗവതത്തിൻ്റെ ഉത്ഭവം? അപ്പോൾ ഭാഗവതത്തിൽ ദ്വിതീയ സ്കന്ധത്തിലാണ് ചതുശ്ലോകി ഭാഗവതത്തെക്കുറിച്ച് ശുകബ്രഹ്മർഷി പരീക്ഷത്തിനെ കേൾപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പരീക്ഷത്ത് ചോദിച്ചു, ഈ ഭാഗവതം, ഈ ചതുശ്ലോകി ഭാഗവതത്തെക്കുറിച്ച് കൂടുതൽ വിസ്തരിച്ച് കേൾക്കണം എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരമായിട്ട് ഈ ചതുശ്ലോകി ഭാഗവതത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ശുകബ്രഹ്മർഷി പരീക്ഷത്തിനെ കേൾപ്പിക്കുന്നതായിട്ടാണ് ഭാഗവതത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കഥ അങ്ങനെ ശുകബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുകയാണ്. അതായത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ, അപ്പോൾ അന്ന് അലയാഴി മാത്രമേ ഉള്ളൂ, ഭൂമിയില്ല എന്നാണ്. അപ്പോൾ നമുക്കറിയാം, പ്രളയം കഴിഞ്ഞിട്ട് പിന്നീടുണ്ടാകുന്ന ഒരു സൃഷ്ടി, കൽപ്പ ഉണ്ടാകുമ്പോഴാണ്, കൽപ്പാവസാനത്തിലാണ് പ്രളയം സംഭവിക്കുന്നതെന്നാണ്. അപ്പോൾ ആ ഒരു യുഗകൽപ്പം കഴിയുമ്പോൾ ഒരു പ്രളയം സംഭവിക്കുന്നു, വീണ്ടും ആ പ്രളയജലത്തിൽ നിന്ന് തന്നെ വീണ്ടും സൃഷ്ടി ഉണ്ടാകുന്നതെന്നാണ്. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ പുരാണം അനുസരിച്ച് കഥകൾ പറഞ്ഞിരിക്കുന്ന ഈ പ്രപഞ്ച സൃഷ്ടി ആരംഭിക്കുന്നതിന് വേണ്ടി ബ്രഹ്മാവ് ചിന്തിക്കുമ്പോൾ ഈ സമ്യപ്രപഞ്ചത്തെക്കുറിച്ച് ഒരു അറിവില്ല. അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സമ്യഭാവമുണ്ട്, ഒരു ബ്രഹ്മജ്ഞാനഭാവമുണ്ട്. ആ ജ്ഞാനഭാവത്തെക്കുറിച്ച് ബ്രഹ്മദേവന് പൂർണ്ണമായ അറിവില്ലാതിരിക്കുകയും അതിൽ അദ്ദേഹം വളരെ വിഷണ്ണനായിട്ട് ഇരുന്നു. അപ്പോൾ ഇതിൻ്റെ തത്വഗ്രഹണം സംഭവിക്കാതെ, എന്ന് പറഞ്ഞാൽ എവിടുന്നാണ് സൃഷ്ടി ആരംഭിക്കേണ്ടത്? അതായത് ജീവികളുടെ സൃഷ്ടിയാണോ, അതാ ചരാചര വസ്തുക്കളുടെ സൃഷ്ടിയാണോ, പ്രപഞ്ച ലോകത്തിൻ്റെ ബ്രഹ്മാണ്ടങ്ങൾ തുടങ്ങിയ സൃഷ്ടികളാണോ? ഇങ്ങനെയുള്ള വളരെ കൂലങ്കുഷിതമായിരിക്കുന്ന
ഒരു ചിന്തയിലേക്ക് ബ്രഹ്മദേവനെത്തി. അപ്പോൾ അദ്ദേഹം വളരെ ചിന്താമഗ്നനായി ഇരുന്നപ്പോൾ അദ്ദേഹത്തെ ഈ പ്രളയജലത്തിലെ ആ കമലത്തിൽ മഹാപത്മത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സാക്ഷാൽ വൈകുണ്ഠനാഥനായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ നാഭീപത്മത്തിൽ ഇരുന്ന ബ്രഹ്മാവിന് ആ പ്രളയജലത്തിൽ തന്നെ വെച്ച് ഒരു അശരീരി വാക്യം കേൾക്കാൻ സാധിച്ചു എന്നാണ്. തപ തപ എന്ന 2 വാക്ക് കേട്ടു എന്നാണ്. അപ്പം അദ്ദേഹത്തിന് തോന്നി തന്നോട് ആരോ തപസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതായിട്ട് തോന്നുന്നു എന്ന് തോന്നുകയും അദ്ദേഹം ആ പത്മത്തിൽ തന്നെ 1000 വർഷത്തോളം അദ്ദേഹം തപസ് ചെയ്തു എന്ന്. 1000 വർഷത്തോളം അദ്ദേഹം തപസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോമുഖരത്തിൽ സാക്ഷാൽ വൈകുണ്ഠനാഥനായിരിക്കുന്ന ഭഗവാൻ പ്രകാശിച്ചു. അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങയുടെ തപസ്സിൽ ഞാൻ സംപ്രീതനായി, അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ മുന്നിൽ പ്രത്യക്ഷനായ വൈകുണ്ഠനാഥനായിരിക്കുന്ന സകല ജരാചരങ്ങൾക്കും കാരണ സ്വരൂപനായി വർത്തിക്കുന്ന മഹാവിഷ്ണുവാണ്. ഞാനാണ് അങ്ങയുടെ പിതാവ്, ഞാൻ തന്നെയാണ് അങ്ങയെ തപസ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അങ്ങേക്ക് എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ബ്രഹ്മദേവൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, പ്രപഞ്ച സൃഷ്ടി ആരംഭിക്കുന്നതിന് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള തത്വജ്ഞാനം എനിക്കില്ല, അതുകൊണ്ട് ആ ദിവ്യമായ അറിവ് എനിക്ക് തന്ന് അനുഗ്രഹിക്കണം എന്ന് വരമായിട്ട് സാക്ഷാൽ വൈകുണ്ഠനാഥനായ ഭഗവാൻ ശ്രീഹരിയോട് വരമായിട്ട് അപേക്ഷിച്ചു. അതിന് പ്രകാരം പ്രപഞ്ച തത്വങ്ങളെ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നതിന് വേണ്ടി സാക്ഷാൽ ഭഗവാൻ ആദിനാരായണനായിരിക്കുന്ന ഭഗവാൻ ശ്രീഹരി ചതുശ്ലോക ആയിട്ട്, അതായത് 4 ശ്ലോകം ഉപദേശിച്ചു കൊടുത്തു എന്നാണ്. അതിൽ പരമപ്രധാനമായിട്ട് ഈ 4 ശ്ലോകങ്ങളെ നമുക്ക് വ്യാഖ്യാനിപ്പിക്കുമ്പോൾ മനസ്സിലാകും. ഈ ശ്ലോകത്തിൻ്റെ സാരാർത്ഥം വർണ്ണനാതീതമാണ്, വാക്കുകൾക്ക് അതീതമാണ്. പദാർത്ഥ ഘടനയെ തൊട്ടാണ് ആരംഭിക്കുന്നത്. ആദ്യത്തെ ശ്ലോകം തന്നെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. അതായത് സൃഷ്ടി എന്ന് പറയുമ്പോൾ അണുവിൽ നിന്നാണ്, ആറ്റം എന്നാണ്, മാറ്റർ, അതായത് പദാർത്ഥ ഘടന. അവിടെ തന്നെയാണ് ഈ ചതുശ്ലോകി ഭാഗവതവും ആരംഭിച്ചിരിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് അഹമേവാസമേവാഗ്രേ ന അന്യത സദസൽപരം പശ്ചാത്തഹം യഥേതച്ഛയോ അവശിഷ്യതോ സ്വസ്മ്യഹം എന്നാണ്. അപ്പം സൃഷ്ടിക്ക് മുമ്പ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് സ്ഥൂല സൂക്ഷ്മങ്ങളും അതിൻ്റെ കാരണമായ പ്രകൃതിയും ഒന്നും ഇല്ലായിരുന്നു. സൃഷ്ടിക്ക് ശേഷം ഞാൻ മാത്രമേ ഉള്ളൂ. ഒടുവിൽ അവശേഷിക്കുന്നതും ഞാൻ മാത്രമായിരിക്കും. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരാംശമായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ സകല ശാസ്ത്രങ്ങളുടെയും സാരം അന്തർഭവിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും. അതായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതായത് പ്രകൃതിയും പ്രകൃതിക്ക് കാരണമായിരിക്കുന്ന പരമമായിരിക്കുന്ന കാരണഭൂതനായിരിക്കുന്ന ഈശ്വര സത്ത, അതാണ്. അപ്പോൾ അതിനെ ഭക്തനും ജ്ഞാനി അതുപോലെ ഇങ്ങനെ വേർതിരിവ്. അപ്പം ഞാനും നീയും എന്നുള്ള, അല്ലെങ്കിൽ സുഖവും ദുഃഖവും എന്നുള്ള, അല്ലെ രാത്രിയും പകലും എന്നുള്ള ഈ ദ്വൈതഭാവം, ഈ ദ്വൈതഭാവത്തെക്കുറിച്ച് നന്നായിട്ട് സൂചിപ്പിക്കുന്നത് കൂടിയാണ് ഈ ശ്ലോകം. അതായത് ഈ ഒന്നിൻ്റെ ജ്ഞാനം കൊണ്ട് സകലതിൻ്റെയും ജ്ഞാനം ഉണ്ടാകുന്നു എന്നാണ് വേദാന്തത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഒന്നിൻ്റെ ജ്ഞാനം കൊണ്ട്, ഏതൊന്നിൻ്റെ ഒരു ജ്ഞാനമുണ്ടോ ആ ജ്ഞാനത്തിൽ നിന്ന് എല്ലാ വസ്തുവിൻ്റെയും ജ്ഞാനം ഉണ്ടാകും. അതിനെയാണല്ലോ പരമജ്ഞാനം എന്ന് പറയുന്നത്. അപ്പം ഉദാഹരണം, സ്വപ്നത്തിൽ നാം വളരെയെല്ലാം കാണുന്നു, പക്ഷേ സ്വപ്നം കണ്ടവൻ ആരെന്നറിഞ്ഞാൽ ആ ഒന്നിൻ്റെ ജ്ഞാനത്തിൽ സകലതും ഉൾപ്പെടും. അതായത് സ്വപ്നത്തിന് മുമ്പും സ്വപ്നത്തിന് ശേഷവും സ്വപ്നകാലത്തും താൻ ഒരാളേ ഉള്ളൂ എന്നറിഞ്ഞാൽ സ്വപ്നത്തിൻ്റെ മിഥ്യാത്വം പ്രകടമാകും. അതുപോലെ ജഗത്തിൻ്റെ ഉൽപ്പത്തിക്ക് മുമ്പും പിമ്പും ഒരാത്മാവ് മാത്രമേ ഉള്ളൂ, അനേകമായി തോന്നുന്നതെല്ലാം അജ്ഞാനം കൊണ്ടാണെന്നും അവസാനവും ആത്മാവ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നും ഈ വിധമുള്ള ജ്ഞാനത്തെയാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്. മറ്റെല്ലാ ജ്ഞാനവും അയഥാർത്ഥമാണ്. സ്വപ്നകാലത്ത് സ്വയം വിസ്മരിക്കുന്നതിനാൽ സ്വപ്നം യഥാർത്ഥമായി തോന്നുന്നത് പോലെ
ജാഗ്രത്തിൽ ആത്മാവിനെ വിസ്മരിക്കുന്നത് കൊണ്ട് മനുഷ്യ മനസ്സിൽ മിഥ്യ ജഗത്ത് യഥാർത്ഥ രൂപത്തിൽ സ്ഫുരിക്കുന്നു. വാസ്തവത്തിൽ യാതൊന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒന്നിന് മാത്രമേ സത്യമുള്ളൂ, അതിനാൽ വസ്തുവും ഒന്നേയുള്ളൂ, മറ്റെല്ലാം മിഥ്യയാണ്. പ്രമാതാവിൻ്റെ, അതായത് കാണപ്പെടുന്ന ആളിൻ്റെ മിഥ്യയായ പ്രമാണം കൊണ്ട് കാണപ്പെടുന്ന മിഥ്യാപ്രമേയമാണ് മറ്റല്ല. ഈ മിഥ്യാദർശനം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഭഗവാൻ സർവാന്തര്യാമിയാണ് എങ്കിൽ അന്യവസ്തുക്കൾ കാണപ്പെടുന്നത് എന്തുകൊണ്ട്? ഇതാണ് നിലവിലുള്ള സാധാരണക്കാരുടെ സംശയം. അതിന് കാരണം മായയാണെങ്കിൽ ആ മായയുടെ ഉത്ഭവം എവിടെ നിന്നുണ്ടായി എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഭഗവാൻ ബ്രഹ്മാവിനോട് രണ്ടാമത്തെ ഒരു ശ്ലോകം പറഞ്ഞു. രണ്ടാമത്തെ ശ്ലോകം അതിന് ഉത്തരമായിട്ടാണ്. കാരണം എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത്, ഇവിടെ എങ്ങനെയാണ് ഈ രണ്ടായിട്ട് കാണപ്പെടുന്നത്, ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത്, ഇതേ അർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ജാത്മനി തത് വിദ്യാതാത്മനോ മായാം യഥാഭാസോ യഥാതമ. അപ്പം എന്ന് പറഞ്ഞാൽ അരൂപിയാണെങ്കിലും മനോഗോചരമായ ഒന്നാണ് മായ. പ്രപഞ്ചം എന്നൊന്ന് വാസ്തവത്തിൽ ഇല്ലെങ്കിലും അത് കാണുന്ന മായ ആത്മാവിനെ കാണുന്നില്ല. അത് സൂര്യൻ ഇല്ലാത്ത അന്ധകാരം സൂര്യൻ ഇല്ലാത്തപ്പോൾ കാണപ്പെടുന്നു. അപ്പോൾ സൂര്യന് പ്രകാശമില്ല, പക്ഷേ സൂര്യൻ ഇല്ലാതെ വരുമ്പോൾ അന്ധകാരം നമുക്ക് അനുഭവമാകുന്നത് പോലെയാണ് ഇത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പ്രപഞ്ചം എന്നൊന്നില്ലെങ്കിൽ നാം ഈ കാണുന്നത് എന്താണ്? അതാണ് അടുത്ത സംശയം. പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു വസ്തു ഇല്ല എന്ന് ബ്രഹ്മജ്ഞാനികൾ പറയുമ്പോൾ പിന്നെ എന്താണ് നമുക്ക് ചുറ്റും കാണപ്പെടുന്നത് എന്നാണ് അടുത്ത ചോദ്യം എന്നൊരു സംശയം ഉണ്ടായേക്കാം. തീർച്ചയായും കാണുക എന്ന ക്രിയയ്ക്ക് കർത്താവായ ആരെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മളിവിടെ ഒരു കർത്താവായിട്ടൊരാളുണ്ടാകണം. അപ്പോൾ ശിവഭാഗവതത്തിലും ഇത് തന്നെ അവതരിപ്പിച്ചിരിപ്പുണ്ട്, മറ്റ് ശാസ്ത്രങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണം, മാംസചക്ഷുസുകൾക്ക് ഗോചരമാകുന്നതെല്ലാം സത്യമാണെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. വളരെയേറെ കാര്യങ്ങൾ സ്വപ്നത്തിൽ കാണുന്നെങ്കിലും അത് യഥാർത്ഥവുമല്ല. കയറ് കാണുമ്പോൾ സ്വപ്നമാണെന്നും, അതായത് കക്ക കാണുമ്പോൾ അത് വെള്ളിയാണെന്ന്, അതുപോലെ തന്നെ ഒരു സ്തംഭത്തെ, ഒരു കുറ്റിയെ കണ്ടാൽ അതൊരു പുരുഷനാണെന്ന് കാണുന്ന പോലെ, അതായത് മരുഭൂമിയിൽ ജലഭ്രാന്തിയും സ്തംഭത്തിൽ പുരുഷഭ്രമവും ഉണ്ടാകുന്നത് ഇതിന് ഉദാഹരണമാണ്. അതുമാത്രമല്ല, ഭൂമിയേക്കാൾ വലുതായ സൂര്യൻ ചെറുതായിട്ടാണ് നമുക്ക് സകലർക്കും ഒരുപോലെ കാണുന്നത്. അപ്പോൾ ഭൂമിയേക്കാൾ എത്രയോ വലുപ്പമുള്ളതാണ് സൂര്യൻ. പക്ഷേ നമ്മളിവിടെ നിന്ന് സൂര്യനെ നോക്കുമ്പോൾ ആ ഭൂമി വലുതായിട്ടും സൂര്യൻ തീരെ ചെറുതുമായിട്ടുമാണ് കാണുന്നത്. ഇത് കാണപ്പെടുന്ന ജഗത്ത് ഭ്രമത്തിൻ്റെ ഫലമാണ്. ഇതാണ് ജഗത് ഭ്രമം എന്ന് പറയുന്നു. അപ്പോൾ ഈ വാദം പരിശോധനാർഹമായി തീർന്നാൽ ജഗത്ത് എല്ലാവരുടെയും ദൃഷ്ടിയിൽ ഒരുപോലെ അല്ല കാണപ്പെടുന്നത്. ഇപ്പോൾ ഉദാഹരണം, പക്ഷിമൃഗാദികളുടെ ദൃഷ്ടിയിൽ കാണപ്പെടുന്ന പോലല്ല മനുഷ്യരുടെ ദൃഷ്ടിയിൽ കാണപ്പെടുന്നത്. അപ്പോൾ അതിനൊരു ഉദാഹരണം രസകരമായിട്ട് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ നിന്ന്, അതായത് തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലം, ഇപ്പോൾ ഊട്ടി കാണാൻ പോകുന്നവരുണ്ട്, അപ്പോൾ വിനോദ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നവരുണ്ട്, കാശി പോകുന്നവരുണ്ട്, കാശി ചെന്ന് അതായത് ത്രിവേണി ചെന്ന് കുളിക്കുന്നവരുണ്ട് പുണ്യത്തിന് വേണ്ടി. പക്ഷേ പുണ്യം, ത്രിവേണിയിൽ കുളിച്ചാൽ പുണ്യം കിട്ടുമെന്ന് ധാരണയുള്ള ആൾ ചെന്ന് ത്രിവേണിയിൽ കുളിക്കുന്ന ധാരണയല്ലല്ലോ. അവിടെ വഴിയെ പോകുന്ന നായ്ക്കളെ ആരെങ്കിലും എറിഞ്ഞോടിച്ചാൽ അത് വന്ന് ആ ത്രിവേണിയിൽ ചാടി മുങ്ങുമ്പോൾ ആ നായ്ക്കുണ്ടാകുന്ന ധാരണ മനുഷ്യർക്ക് ത്രിവേണിയിൽ മുങ്ങുമ്പോഴുണ്ടാകുന്ന ധാരണയല്ല. ഇതേപോലെയാണ് ഈ ജഗത്തിൻ്റെ ഭ്രമത്തെക്കുറിച്ചുള്ള അവസ്ഥയും. വീക്ഷിക്കുന്ന പ്രമാതാവ് എന്ന് പറയുന്ന അത് കാണുന്ന ആളുടെ ദൃഷ്ടിയിൽ ധാരണയുണ്ടാകുന്നത്. നമ്മൾ ജഗത്തെ കാണുന്ന പോലെയല്ല പക്ഷി കാണുന്നത്. അതിനൊരു ഉദാഹരണം പറയുന്നത്, നമ്മുടെ പകൽ കാണുമ്പോൾ മൂങ്ങായിക്ക് ഇരുട്ടാണ്. അത് മൂങ്ങായിക്ക് അപ്പോൾ രാത്രി എന്ന് പറയുന്നത് നമ്മുടെ പകലാണ്. അതുകൊണ്ടാണ് മൂങ്ങ പുറത്തിറങ്ങാത്തത്. അപ്പോൾ ഇതിനെയാണ് ജഗത് ഭ്രമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ജീവിയും ജഗത്തിനെ കാണുന്ന ഓരോ തലത്തിലാണ് അതിന് അനുഭവമാകുന്നത്. അത് കാരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇന്ദ്രിയങ്ങളുടെ ദൃഷ്ടിഗോചരമാണ്. മനുഷ്യന് 5 ഇന്ദ്രിയങ്ങളുണ്ടായതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ ഈ വിധത്തിൽ നമുക്ക് കാണാനും അനുഭവിക്കാനും ഒക്കെ
സാധിക്കുന്നത്. അപ്പോൾ 2 ഇന്ദ്രിയങ്ങളുള്ള ജീവികൾ, 3 ഇന്ദ്രിയങ്ങളുള്ള ജീവികളുണ്ട്. അപ്പോൾ അത് 5 ഇന്ദ്രിയങ്ങളുള്ള ജീവികളെ പോലെ അല്ലല്ലോ ഈ ഇന്ദ്രിയങ്ങൾ കുറവുള്ളവർ ഈ ലോകത്തെ കാണുന്നത്. അപ്പോൾ ഇതിനെയാണ് ജഗത് ഭ്രമം എന്ന് പറയുന്നത്. അപ്പം ബ്രഹ്മം സത്യ ജഗത് മിഥ്യ എന്ന് പറയുന്നതിൻ്റെ ആശയം തന്നെ ഈ ശ്ലോകം കൊണ്ടാണ് കൃത്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സത്തയില്ലാത്തതാണ്, സത്യമായി തോന്നുകയും ചെയ്യുന്നു, മായ വ്യവഹാരയോഗ്യമാണ് എന്നൊക്കെ സംശയം നമുക്ക് സാധാരണക്കാർക്കുണ്ടാകും. കാരണം സത്യമായിട്ടുള്ളതിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, മിഥ്യയായിട്ടുള്ളതിനെ നമുക്ക് കാണാൻ പറ്റുന്നു. ഇത് മായയുടെ ഒരു വ്യവഹാരമാണെന്നാണ്. അപ്പോൾ മായ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇല്ലാത്തതിനെ ഉള്ളതായും ഉള്ളതിനെ ഇല്ലാത്തതായും തോന്നിപ്പിക്കുന്നത് ഏതോ അതാണ് മായ എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഈ മായ എന്ന് പറയുമ്പോൾ ഇല്ലാത്തതിനെ ഉള്ളതായിട്ടും ഉള്ളതിനെ ഇല്ലാത്തതായും എന്ന് പറഞ്ഞത് ജഗത്ത് ഇവിടെ നമുക്ക് കാണപ്പെടുന്ന ഒരു ഭ്രമമാണ്. ഇത് യഥാർത്ഥത്തിൽ ആത്മജ്ഞാനികളുടെ ദൃഷ്ടിയിൽ ഇത് ഉള്ളതല്ല. പക്ഷേ അജ്ഞാനികളായിരിക്കുന്ന സാധാരണ ജീവന്മാർ, ജഗത് ഭ്രമമുള്ള ജീവന്മാരിൽ ഇത് കാണുമ്പോൾ ഇവിടെ ഉള്ളതാണ്, നമുക്ക് ചുറ്റും ഇതൊക്കെ ഇവിടെ ഉള്ളതാണ് എന്നാണ്. അപ്പം എന്നാൽ യഥാർത്ഥത്തിലുള്ളത് എന്താ? ഇതിന് കാരണമായിരിക്കുന്ന സത്തായിരിക്കുന്ന ചൈതന്യമാണ്, സത്താകുന്ന ചൈതന്യമാണ്. അതിനെ അതായത് ഈ വ്യവഹാരമെന്ന മായ തന്നെ മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം എന്നാൽ ഇല്ലാത്തതിനെ ഉള്ളതായി കാണിക്കുകയും ചെയ്യുന്നു. ഇല്ലാത്തതെന്താ? ജഗത്തിൻ്റെ അവസ്ഥയാണ്. അപ്പം ആ ജഗത്തിനെ ഉള്ളതായിട്ട് നമ്മളെ തോന്നിപ്പിക്കുകയും ഉള്ളതായ സത്തെന്ന പരമകാരണസ്വരൂപമായിരിക്കുന്ന ആ സത്തിനെ നമ്മളിൽ നിന്ന് മറച്ചു വച്ചിരിക്കുന്നു. അപ്പോൾ പ്രപഞ്ചമെന്ന പ്രകൃതിയെ നമുക്ക് നമ്മുടെ ആ സ്ഥൂല സ്വരൂപമായി ഇന്ദ്രിയ ഗോചരമായിരിക്കുന്ന അവസ്ഥയിൽ ദൃഷ്ടിയിൽ പെടുമ്പോഴാണ് ഇതാണ് ഇവിടെ സത്യമെന്ന് കാണുന്നത്. പക്ഷേ അന്തര്യാമിയായിരിക്കുന്ന ഈശ്വരനെ സത്തുക്കൾ അറിയുന്നത്, ജ്ഞാനികൾ അറിയുന്നത് സ്ഥൂല നേത്രം കൊണ്ടല്ല, അന്തർജ്ഞാനമായിരിക്കുന്ന മനക്കണ്ണുകൊണ്ടാണ് നമുക്കത് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ജഗത്തിൻ്റെ ഭ്രമത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ഉപദേശിച്ചു കൊടുത്തു രണ്ടാമത്തെ ശ്ലോകത്തിൽ. അടുത്തത് ഈ ദൃശ്യങ്ങളോടൊപ്പമുള്ള ദൃഷ്ടാവിന് ദൃശ്യങ്ങളുടെ ദർശനം ഉണ്ടായിരിക്കും. ഈ ദർശനം സത്യമാണെങ്കിൽ മാത്രമേ യഥാർത്ഥ ദർശനം ഉണ്ടായി എന്ന് പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഭക്തന്മാർ ഭഗവാന്റെ ദർശനം ആഗ്രഹിക്കുന്നു, അതായത് ഭഗവാന്റെ പ്രഭാവം ആവശ്യപ്പെടുന്നു. മറ്റൊരു പ്രകാരത്തിൽ പറഞ്ഞാൽ ഭഗവാൻ ജഗത്തിനെ വീക്ഷിക്കുന്ന ദൃഷ്ടി തങ്ങൾക്ക് ലഭിക്കണമെന്ന് ഭക്തന്മാർ ആഗ്രഹിക്കുന്നു. ഭഗവാൻ ബ്രഹ്മാവിന് 3-ാമത്തെ ശ്ലോകം ഉപദേശിച്ചു കൊടുത്തു. അപ്പം ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ എങ്ങനെയാണോ ജഗത്തിനെ കാണുന്നത്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എന്താണ് യഥാർത്ഥത്തിലുള്ളത് സത്തുക്കൾ അറിയുന്നത്, അത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭക്തനും ആ വിധത്തിൽ അതിനെ അറിയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ അറിയാം? അതായത് ബ്രഹ്മാവിന് അതായിരുന്നു ആവശ്യം. എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സത്യാവസ്ഥ യഥാർത്ഥമായിരിക്കുന്നത്, എന്താണ് ഈ പ്രപഞ്ച സ്വരൂപം, അതാണ് ബ്രഹ്മദേവനും അതറിയാനാണ് ആഗ്രഹിച്ചതും തപസ് ചെയ്തതും മഹാവിഷ്ണു ഭഗവാൻ അനുപദേശിക്കും. 3-ാമതായിട്ട് പറഞ്ഞു കൊടുത്തു ഭഗവാൻ അതിന്. യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ച്വാവജേഷു അന്യപ്രവിഷ്ടാനി തഥാ തേഷ്വാഹം. അതായത് യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ച്വാവജേഷു അന്യപ്രവിഷ്ടാനി തഥാ തേഷ്വാഹം എന്നാണ്. അതായത് ലഘുവും മഹത്വമായ ഭൗതിക പദാർത്ഥങ്ങളിൽ പഞ്ചഭൂതങ്ങൾ കാരണരൂപത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതായി തോന്നുന്നുവെങ്കിലും വാസ്തവത്തിൽ അവയ്ക്കൊന്നും ആ വസ്തുക്കളിൽ പ്രവേശം സാധിക്കുന്നില്ല. അതുപോലെ ഞാനും ഭഗവാനും സകല പ്രാണികളിലും ആത്മസ്വരൂപത്തിൽ വർത്തിക്കുന്നതായി തോന്നുന്നെങ്കിലും യഥാർത്ഥത്തിൽ അവയിൽ നിന്നും ഭിന്നമാണ്. അതാണ് പറഞ്ഞത്. അതായത് കാരണസ്വരൂപത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതായി തോന്നുന്നെങ്കിൽ സകല പഞ്ചഭൂതങ്ങൾ വാസ്തവത്തിൽ അവയ്ക്കൊന്നും ആ വസ്തുക്കളിൽ പ്രവേശം സാധിക്കുന്നില്ല എന്നാണ്. അതുപോലെ ഞാനും ഭഗവാനും, അതായത് ഭഗവാനും സകല പ്രാണികളും ആത്മസ്വരൂപത്തിൽ വർത്തിക്കുന്നതായി തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അവയിൽ നിന്നും ഭിന്നമായി നിൽക്കുന്നു. ഭഗവാൻ അതിൽ നിന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ യഥാർത്ഥ ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ, കൃത്യമായിട്ട് ഇതിന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, ഭഗവാൻ സകല ഭൂതങ്ങളിലും അന്തര്യാമിയായി നിൽക്കുന്നു, എന്നാൽ ഭഗവാൻ അതിൽ നിന്ന് ഭിന്നമാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ,
അതായത് ഉഷ്ണവും അഗ്നിയും പോലെയും ജലവും ജലത്തിൻ്റെ ശീതളത്വം പോലെയും സൂര്യനും സൂര്യൻ്റെ പ്രകാശവും പോലെയാണ്. അപ്പം സൂര്യൻ്റെ പ്രകാശമില്ലാത്ത ഒരു സ്ഥലവുമില്ല, എല്ലായിടും ഭഗവാന്റെ പ്രകാശം എത്തുന്നത്. പക്ഷേ എന്നാൽ ഈ പ്രകാശത്തിൽ നിന്ന് ഭഗവാൻ സൂര്യൻ വേറിട്ട് നിൽക്കുന്നു, ഇല്ലേ? നമുക്ക് പ്രകാശത്തിലിരിക്കാം, പക്ഷേ സൂര്യന് ചെന്നിരിക്കാൻ പറ്റില്ല. ഇതേപോലെ സർവഭൂതേഷു അന്തര്യാമി ഭഗവാൻ സകല ചരാചരങ്ങളിലും കാരണഭൂതമായി വർത്തിക്കുന്നെങ്കിലും അതിൽ നിന്ന് ഭിന്നമായി തന്നെ ഭഗവാൻ നിലനിൽക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ജീവൻ്റെ പ്രാകൃതധർമ്മം ആത്മാവിന് ബാധകമല്ല എന്നാണ് ആ സൂചിപ്പിച്ചതിൻ്റെ ആശയം. അപ്പോൾ ജീവൻ്റേതായിരിക്കുന്ന സകല പ്രാകൃതം, അപ്പോൾ എല്ലാറ്റിലും ഭഗവാനാണ് ഇരിക്കുന്നത് പറയുമ്പോൾ സാധാരണ രീതിയിൽ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അധർമ്മങ്ങൾ, ഈ അധർമ്മികൾ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥകളൊക്കെ സകല ഈ ഭൂതങ്ങളിൽ സകല ശരീരത്തിലും ഈശ്വരനാണ് ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഈശ്വരനാണോ അന്നേരം ജയിക്കുന്നതെന്ന് ചോദിക്കും. ഇതിന് കൃത്യമായ ഉത്തരവാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാ സകല ചരാചരങ്ങളും ഭഗവാന്റെ അംശമാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഭഗവാൻ അതിൽ നിന്നൊക്കെ ഭിന്നമായി സ്ഥിതി ചെയ്യുന്നു. അതായത് ജീവൻ്റേതായിരിക്കുന്ന പ്രാകൃതധർമ്മത്തിന് ഈശ്വരാത്മാവായിരിക്കുന്ന പരമാത്മസ്വരൂപമായിരിക്കുന്ന ഭഗവാന് യാതൊരു ബന്ധവും അതിലില്ല എന്ന് പറഞ്ഞു. ആത്മാവ് സർവ്വവ്യാപകമായതിനാൽ അത് പ്രകൃതിയിലും വ്യാപിച്ചിരിക്കുന്നു. അതിന് ഉദാഹരണം, സ്ത്രീവേഷം ധരിക്കുന്ന ഒരു നടൻ പുരുഷഭാവം മറയ്ക്കുന്നത് പോലെയും പുരുഷവേഷം ധരിക്കുന്ന ഒരു സ്ത്രീ സ്ത്രൈണഭാവങ്ങളെ ഒളിക്കുന്നത് പോലെയും പ്രകൃതിധർമ്മത്തിന് ശക്തി കൂടുമ്പോൾ ആത്മസ്വരൂപം മറയുകയും ആത്മസ്വരൂപം കൂടുതൽ പ്രകാശിക്കുമ്പോൾ പ്രകൃതിയുടെ ധർമ്മം അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. കാരണം ഒരു പുരുഷൻ്റെ വേഷം മറച്ച് സ്ത്രീയുടെ വേഷം സ്വീകരിക്കുകയും, അതായത് സ്ത്രീയുടെ വേഷം മറച്ച് പുരുഷൻ്റെ വേഷം കെട്ടുമ്പോൾ സ്ത്രീയുടെ സഹജമായ സ്ത്രൈണഭാവങ്ങളെ ഒളിച്ചു വെക്കാൻ ശ്രമിക്കും. അത് സാധാരണമാണ്. പക്ഷേ അതേപോലെ അതായത് പ്രകൃതി ധർമ്മത്തിന് ശക്തി കൂടുമ്പോൾ ആത്മസ്വരൂപം മറയും. അപ്പോൾ പ്രകൃതിയുടേതായ ഭാവത്തിന്, പ്രകൃതി സ്വരൂപം എന്ന് പറയുമ്പോൾ തന്നെ എന്താ, സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന സത്വരജോ തമോ ഗുണങ്ങളാണ്. പ്രകൃതിയിൽ കാണപ്പെടുന്ന എല്ലാ വസ്തുക്കളിലും എല്ലാ ജീവാത്മാക്കളിലും ഈ 3 ഗുണങ്ങളുണ്ട്. പ്രകൃതിധർമ്മ സത്വ തമോ രജോ ഗുണങ്ങൾ എന്ന് നിലനിൽക്കുന്നു. അപ്പോൾ അത് പ്രകൃതിയുടെ ഗുണസ്വരൂപം. ആ പ്രകൃതിയുടെ ശക്തി കൂടുമ്പോൾ അതായത് ആത്മസ്വരൂപം മറയും. അതുകൊണ്ടാണ് ത്രിഗുണാതീത ഭക്തി ഉപാസന കൊണ്ട് വിഗതമായ കർമ്മങ്ങളെയൊക്കെ അതായത് ഇല്ലാതാക്കിക്കൊണ്ട് കൈവല്യാത്മാവായി തീരുന്നു എന്ന് പറയാൻ കാരണമായി തീരുക. അപ്പോൾ ത്രിഗുണാതീത ഭക്തി ഉപാസന ഉണ്ട്. അപ്പോൾ ഈ പ്രകൃതി ധർമ്മത്തെ പൂർണ്ണമായിട്ട് സത്വരജ തമോ ഗുണങ്ങളെ പൂർണ്ണമായിട്ട് ഈ നമ്മുടെ മനോനിയന്ത്രണത്തിന് വിധേയമാക്കുമ്പോൾ ആത്മപ്രകൃതി ഉണരും. അതായത് സ്ഥൂലപ്രകൃതിയുടെ ശക്തി കുറയുമ്പോൾ അന്തര്യാമിയായി ഭവിക്കുന്ന ആത്മപ്രകൃതിയുടേതായ ശക്തി കൂടുന്നു. അപ്പോൾ അവിടെ പ്രകൃതിയുടെ ധർമ്മം അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു. അപ്പം അജ്ഞാനത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുകയും ബ്രഹ്മജ്ഞാനത്തിലേക്ക് ബോധം, അതായത് ആത്മാവ്, അതായത് ജീവൻ പ്രകാശിക്കുകയും ചെയ്യുന്നു പരമാത്മബോധത്തിൽ എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്ത ശ്ലോകം, ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയവ്യതിരേകാഭ്യാം യത്സ്യാ സർവത്ര സർവദാ എന്ന് പറഞ്ഞാൽ അന്വയവ്യതിരേക ഭാവം കൊണ്ട് ശാശ്വതവും സർവ്വവ്യാപിയുമായ ഒരു തത്വം അനുഭവപ്പെടുന്നു. ആത്മതത്വം അറിയാൻ ആഗ്രഹിക്കുന്നവർ അത് ആണ് മനസ്സിലാക്കേണ്ടത്. നിശ്ചല സമാധി കൊണ്ട് നീ എൻ്റെ ഈ അഭിപ്രായം മന്നം ചെയ്യണം. അതായത് യുഷ്മദസ്മൽ ഭേദങ്ങൾ, അതായത് മന്നം ചെയ്യുക. ഓരോ കൽപ്പത്തിലും നീ വിവിധമായ സൃഷ്ടികൾ നടത്തുമെങ്കിലും പിന്നീട് നിനക്ക് മോഹം ഉണ്ടാകില്ല. ഇത് അതായത് ഈ ആശയം ഗീതയിൽ ഭഗവാൻ അർജുനനോടും പറയുന്നുണ്ട്. ഇതേ ആശയം ഇത് ഇവിടെ ബ്രഹ്മാവിനോട് ഭഗവാൻ പറഞ്ഞതാണ്. അതായത് ശാശ്വതവും സർവ്വവ്യാപിയുമായ ഒരു തത്വം എനിക്ക് അനുഭവപ്പെടും. ആത്മതത്വം അറിയാൻ ആഗ്രഹിക്കുന്നവർ അത് മനസ്സിലാക്കണം. അതായത് ബ്രഹ്മജ്ഞാനം അറിയാൻ ആഗ്രഹിക്കുന്നവർ
ആ തത്വത്തെയാണ് സർവ്വവ്യാപിയായ ശാശ്വതമായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ഇത് ഗീതയെ ഭഗവാനോടും പറഞ്ഞു. എന്താ പറഞ്ഞ വാസുദേവ സർവമിതി സാ മഹാത്മാ സുദുർലഭ. അപ്പം സകലതും ശ്രീ വാസുദേവമയമാണെന്നുള്ള ജ്ഞാനം ദൃഢമായിട്ടുള്ള ഏതൊരാളുണ്ടോ അവരൊക്കെ മഹത്തുക്കളാണ്, അവരൊക്കെ ജ്ഞാനികളാണ്. അപ്പം വാസുദേവ സർവം ഇതി സ മഹാത്മാ സുദുർലഭ. സകലതും ശ്രീ വാസുദേവമയമാണ് എന്ന ജ്ഞാനം, സകല വസ്തുക്കളും ഈശ്വരൻ്റെ അംശമാണ് എന്നുള്ള ജ്ഞാനം വരുമ്പോൾ തന്നെ, അതായത് പ്രകൃതി ക്ഷണാപ്രഭ ചഞ്ചലമാണ് എന്ന് മനസ്സിലാകും. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏകാദശ സ്കന്ധത്തിൽ ഭഗവാൻ ഉദ്ധവരോട് പറയുന്നു, ആരുടെയും ഗുണദോഷ വിചാരം നടത്തുന്നതല്ല, അത് ഒഴിവാക്കുന്നതാണ് ശ്രേയസ്കരം. മനസ്സിൽ പോലും ദ്വൈതഭാവം ഉണ്ടാകരുത്. മനസ്സിനെ നിഗ്രഹിക്കുകയോ അതിന് അതീതമായി പോവുകയോ ചെയ്യാൻ കഴിവുള്ളത് അദ്വൈതത്തിന് മാത്രമാണ്. അത് അനുഭവിക്കുമ്പോൾ യഥാർത്ഥമായ ആനന്ദമുണ്ടാകും. അപ്പം ഈ ദ്വൈതഭാവം നിലനിൽക്കുന്നതാണ് മനസ്സിന് സകല ദുഃഖത്തിനും കാരണമായ സകല പോരായ്മ, എല്ലാ കുറവുകളും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? യുഷ്മദസ്മൽ ഭേദം കൊണ്ടാണ്, നീ ഞാൻ എന്ന ഭേദം കൊണ്ടാണ് ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ബ്രഹ്മാവിനെ തന്നെ ഈ ദിവ്യമായ ഉപദേശം കൊടുത്തിട്ട് ബ്രഹ്മാവിനെ, അതായത് പരമജ്ഞാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് ഭഗവാൻ ഈ 4 ശ്ലോകങ്ങൾ ഉപദേശിച്ചിരിക്കുന്നത്. അതിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും പദാർത്ഥ ഘടനയും, അതായത് ഭഗവാനും പ്രകൃതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിൽ എങ്ങനെയാണ് ഈശ്വരനെ ദർശിക്കേണ്ടത്, അതിലെ ശാശ്വതവും നിത്യവും സത്യവുമായിരിക്കുന്നത് സത്തെന്താണ്, എന്നാൽ സകല ഭൂതങ്ങളിൽ ഈശ്വരൻ ലയിച്ചിരിക്കുന്നെങ്കിലും അതിൽ നിന്ന് ഭഗവാൻ എങ്ങനെയാണ് പരമാത്മഭാവം വിഭിന്നമായി നിൽക്കുന്നത്, അങ്ങനെ മായയുടെ നാനാ തലങ്ങളെയും അതായത് പ്രതിപാദിച്ചുകൊണ്ടാണ് ഈ 4 ശ്ലോകങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. സത്യക്കളെ യഥാർത്ഥത്തിൽ ഈ 4 ശ്ലോകത്തെയാണ് ഭാഗവതം എന്ന് പറയുന്നത്. ഇതാണ് ഭാഗവതത്തിൻ്റെ പരമസത്തായിരിക്കുന്നത്. ഇതിനെയാണ് സർവവേദ വേദാന്ത സാര സർവസ്വം ഇതം ഭാഗവതം എന്ന് പത്മപുരാണത്തിൽ സൂചിപ്പിച്ചിരിക്കും. ഇത് ഭഗവാൻ ആദിനാരായണൻ നേരിട്ട് പുത്രനായിരിക്കുന്ന ബ്രഹ്മദേവന് ഉപദേശിച്ചു കൊടുത്തതാണ് ഈ ചതുശ്ലോകി ഭാഗവതം. ഈ ശ്ലോകത്തിൻ്റെ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ബ്രഹ്മദേവൻ, സൃഷ്ടാവായിരിക്കുന്ന ബ്രഹ്മദേവൻ ഈ ഭഗവാന്റെ മായയിൽ പ്രലോഭിതമാകാതെ, മായാപ്രകൃതിയിൽ പ്രലോഭിതമാകാതെ അതിൽ നിന്ന് ഈ ഭഗവാൻ നേരിട്ട് ഉപദേശിച്ച ആത്മജ്ഞാനം കൊണ്ടാണ് സൃഷ്ടിയിൽ യാതൊരു വിധമായ വൈകല്യങ്ങളും സംഭവിക്കാതെ അനസ്യൂതമായി സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുക. ഇതുതന്നെയാണ്, ഈ ആശയത്തെയാണ് ബ്രഹ്മദേവൻ അദ്ദേഹത്തിൻ്റെ പുത്രനായിരിക്കുന്ന പ്രപഞ്ചത്തിന് മൊത്തം സാക്ഷിത്തായിട്ട് വർത്തിക്കുന്ന നാരദ മഹർഷിക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ദിവ്യമായ ഈ മായാ ബന്ധത്തിൽ നിന്ന് മോചനമുണ്ടാകുവാൻ ഈ പരമജ്ഞാനത്തെക്കുറിച്ച് ഉപദേശിക്കണമെന്ന് പറഞ്ഞപ്പോൾ നാരദർക്ക് സാക്ഷാൽ ബ്രഹ്മദേവൻ ഭഗവാൻ നേരിട്ട് തനിക്ക് ഉപദേശിച്ച ചതുശ്ലോകി ഭാഗവതത്തെ നാരദർക്ക് ഉപദേശിച്ചു കൊടുത്തു. നാരദർ ഈ ദിവ്യമായ ബ്രഹ്മജ്ഞാനത്താലാണ് പ്രപഞ്ചത്തിന് സാക്ഷിതായിട്ട് സകല ബ്രഹ്മജ്ഞാനികളായ നമ്മൾ കേട്ടിട്ടുള്ള പല മഹാഗുരുക്കന്മാരുടെയും ഗുരുവായി നാരദർ തീരുന്നത് ഈ ബ്രഹ്മാവിൽ നിന്നുള്ള, തൻ്റെ പിതാവായ സൃഷ്ടാവിൽ നിന്നുള്ള ഈ ദിവ്യമായ ജ്ഞാനോപദേശം കൊണ്ടാണ്. നമുക്കറിയാം, നാരദർ എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ സാക്ഷിത്തായിട്ട് വർത്തിക്കുന്നു. നാരദർ എന്ന വാക്കിനൊരാശയമുണ്ട്. നാര് എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നൊരർത്ഥം കൂടിയുണ്ട് ആധ്യാത്മികതയിൽ. ഭൗതികമായ തലത്തിൽ ആ വാക്കിനർത്ഥം നാര്, ജലം എന്നാണ്. അപ്പോൾ നാരദരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയം കൂടിയുണ്ട്. ഈ നാരദർ എന്ന പേര് കിട്ടാൻ അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മ കഥ പറയുന്നുണ്ട് ഭാഗവതത്തിൽ ആദ്യം തന്നെ. അപ്പം നാരദരായിട്ട് വരുന്നതിന് മുമ്പ് അദ്ദേഹം, ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ തന്നെ പറയുന്നു, നാരദരായിട്ട് അദ്ദേഹത്തിന് ജന്മം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു കാട്ടാള സ്ത്രീയിൽ ജനിച്ചുവെന്നും ആ കാലത്ത് കാട്ടിൽ അമ്മയോടൊപ്പം വസിക്കുമ്പോൾ ബ്രഹ്മജ്ഞാനികളായ ഋഷീശ്വരന്മാർ കണ്ടുമുട്ടാനും അവർ തപസ് ചെയ്യുന്നത് കണ്ടിട്ട്
ആ തപസ്സിൽ ആകൃഷ്ടരായി ആ തപസ്സിനെക്കുറിച്ചും അവർ ആ കുട്ടിയായിരിക്കുന്ന കാലത്ത് ആ ബ്രഹ്മർഷികളോട് ചോദിച്ചു, തപസ് ചെയ്യുന്നതിൻ്റെ ഗുണത്തെപ്പറ്റി, എനിക്കും ഇതുപോലെ ഈശ്വരനെ കാണാൻ പറ്റുമോ തപസ് ചെയ്ത് എന്നൊക്കെ ചോദിച്ചപ്പോൾ, അമ്മയുടെ കാലശേഷം നിനക്കും അത് സാധിക്കും എന്ന് അവർ അന്ന് അനുഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഈ കുട്ടിയുടെ, ഈ കാട്ടാള സ്ത്രീ ജനിച്ച ഈ കുട്ടിയുടെ അമ്മ സർപ്പ ദംശനത്താൽ മരണപ്പെട്ടു പോയതിനു ശേഷം ആ ജന്മത്തിൽ തന്നെ അദ്ദേഹം കാട്ടിൽ തപസ്സിരിക്കുകയും ആ തപസ്സിൽ ഭഗവാൻ അദ്ദേഹത്തിന് ഒരു അശരീരി വാക്ക് അദ്ദേഹത്തെ കേൾപ്പിച്ചു എന്നാണ്. അദ്ദേഹത്തിന് കേൾക്കാൻ സാധിച്ചു, ഈ ജന്മത്തിൽ നിനക്കെന്നെ കാണാൻ സാധ്യമല്ലെന്നും അടുത്ത ജന്മത്തിൽ എന്നെ ദർശിക്കാം, മേലിൽ എന്നെ ദർശിക്കാൻ നിനക്ക് സാധിക്കുമെന്നും ഭഗവാൻ വരം കൊടുത്തിരുന്നു. അതിന് പ്രകാരം അടുത്ത ജന്മം, അതായത് കാട്ടാള ശരീരത്തിലിരുന്നപ്പോൾ തന്നെ ബ്രാഹ്മണ സംസ്കാരത്തിലേക്ക് ഉയർന്നതുകൊണ്ട്, അപ്പോൾ ഋഷികളുടെ കൂട്ട് കാട്ടാള ജാതിയിൽ പിറന്ന് കാട്ടാള ശരീരത്തിൽ ഇരുന്നപ്പോൾ, ശരീരത്തിന് കാട്ടാളത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംസ്കാരത്തെ കൊണ്ടാണ് അങ്ങനെ സൂചിപ്പിക്കുന്നത്. അല്ലാതെ ശരീരത്തിനും ജീവനും ഒന്നും അവിടെ ജാതിയും മതവും ഒന്നും തന്നെ ഒരു വേദത്തിലും ഒരു പുരാണത്തിലും പറയുന്നില്ല. ഇപ്പം ചണ്ടാളൻ ആരാണെന്ന് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യന് ശൂദ്രനെന്നും ശവജനെന്നും ഒക്കെ പറയുന്നത് ഓരോ ജീവൻ്റെയും സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഓരോ ജീവൻ്റെയും ഗുണ സംസ്കാരത്തിലാണ് ഈ ചതുർവർണ്ണ്യത്തെ, അതായത് നിർണയിച്ചിരിക്കുന്നത് എന്ന് ഭഗവാൻ ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതായത് ചണ്ടാള കുലത്തിൽ ജനിച്ചിട്ടും, അതായത് സത്തുക്കളായിരിക്കുന്ന ഋഷികളുടെ സംഘം കൊണ്ട് ആ ജന്മത്തിൽ തന്നെ അദ്ദേഹം ബ്രാഹ്മണ സംസ്കാരത്തിലേക്ക് ഉയർന്നു. ഋഷികളെപ്പോലെ തപസ്സിലും ധ്യാനത്തിലുമൊക്കെ എത്തിയതുകൊണ്ട് അടുത്ത ജന്മം അദ്ദേഹം ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുവാൻ സാധിച്ചെന്നും, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചതുകൊണ്ട് ദാനത്തെക്കുറിച്ചുള്ള സംസ്കാരം, ബ്രാഹ്മണ ലക്ഷണങ്ങൾ അതായത് പറയുന്നുണ്ട്. അപ്പോൾ ആ ബ്രാഹ്മണ ലക്ഷണത്തിൽ ഒന്ന് ദാനം പ്രധാനമാണ്. അപ്പോൾ ആ ദാനം ചെയ്യുന്നത് മഹത്തരമാണെന്ന് വിചാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിൽ ദാനം ചെയ്യാൻ ഉള്ള അതായത് ധനാഢ്യതയൊന്നുമില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, കിണറ്റിൽ നല്ല ശുദ്ധമായ ജലമുണ്ട്, അത് വഴിപോക്കർക്ക് ദാനമായിട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലൊരു, അതായത് ഒരു സത്രം പോലെ ഒരെണ്ണം കെട്ടിയുണ്ടാക്കിയിട്ട് വഴിപോക്കർക്ക് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ട് അവിടെ ശുദ്ധമായ ജലം കൊണ്ട് വെച്ച് ദാനം ചെയ്തു. അങ്ങനെ അദ്ദേഹം 7ാമത്തെ ജന്മം വരെയും ആ ജലം ദാനം ചെയ്തു ദാഹിക്കുന്നവർ. 7ാമത്തെ ജന്മത്തിൻ്റെ അവസാന സമയം എത്തിയപ്പോൾ ഒരു വൃദ്ധ ബ്രാഹ്മണൻ, അദ്ദേഹം അതായത് കിടക്കയിൽ കിടക്കുമ്പോൾ ആസന്ന മൃത്യു ആയ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് ഒരു വൃദ്ധ ബ്രാഹ്മണൻ ചെന്നിട്ട് ചോദിച്ചു, എനിക്കല്പം ദാഹജലം തരുമോ എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയ്ക്കൽ അദ്ദേഹത്തിന് ആരോ കുടിക്കാൻ കൊണ്ടുവച്ചിരുന്ന ജലം എടുത്ത് ആ കിടക്കയിൽ കിടന്നുകൊണ്ട് വന്ന് ചോദിച്ച വൃദ്ധബ്രാഹ്മണന് കൊടുത്തു എന്നാണ്. ആ സന്ദർഭത്തിൽ ആ വൃദ്ധബ്രാഹ്മണ വേഷത്തിൽ വന്ന ഭഗവാൻ ശ്രീഹരി പ്രത്യക്ഷ സ്വരൂപനായിട്ട് ത്രിമൂർത്തികളോടൊപ്പം അവിടെ പ്രത്യക്ഷീഭവിച്ച് ഈ ബ്രാഹ്മണനെ 7 ജന്മവും ജലം ദാനം ചെയ്തതുകൊണ്ട് നാരദനായി ബ്രഹ്മപുത്രനായി ജനിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു എന്നൊരു കഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാരദനായിട്ട് അദ്ദേഹം വന്നു, ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ട് വന്നു കൂടിയൊരു കഥയുണ്ട്. പിന്നെ നാരെന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം, ദിവ്യമായ ജ്ഞാനം എന്നർത്ഥമുണ്ട്. ദകാര ശബ്ദം ദാനാർത്ഥം എന്നാണ്. അപ്പോൾ ആ അറിവിനെ ദാനം ചെയ്യുന്ന ആളായതുകൊണ്ട് നാരദരായി ഭവിച്ചു എന്ന് അങ്ങനെ കൂടിയൊരു നല്ല ആശയമുണ്ട്. ആധ്യാത്മികതയിൽ സത്തുക്കളൊക്കെ ആ ആശയത്തെയാണ് ഉൾക്കൊള്ളാറുള്ളത്. നമുക്കറിയാം, വാത്മീകി മഹർഷിയുടെയും അതുപോലെ തന്നെ പ്രഹ്ലാദൻ്റെയും ധ്രുവൻ്റെയും ഒക്കെ ഗുരുവായി ഭവിച്ച ആളാണ് നാരദ മഹർഷി. അപ്പം അദ്ദേഹം അതുപോലെ തന്നെ ഇന്ദ്രസേനായിരിക്കുന്ന പ്രഹ്ലാദൻ്റെ പൗത്രന് പോലെ ഗുരുവായി ഉപദേശങ്ങൾ കൊടുത്ത ഒരാളാണ് നാരദ മഹർഷി. അപ്പോൾ അങ്ങനെ ലോക ഗുരുവായി തീർന്ന ലോകത്തിൻ്റെ സാക്ഷിത്തായി മാറിയിരിക്കുന്ന ഈ നാരദർക്ക് ഈ ദിവ്യമായ ജ്ഞാനം അദ്ദേഹത്തിൻ്റെ പിതാവായ ബ്രഹ്മാവിൽ നിന്ന് ആദിനാരായണൻ കൊടുത്ത ചതുശ്ലോകി ഭാഗവതത്തിലൂടെയാണ്. അപ്പോൾ ഈ ഭാഗവതം അത്ര മഹത്തരമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ നാരദരുടെ ഈ കഥ പറഞ്ഞത്. അങ്ങനെ ഈ നാരദരാണ്
ഈ ചതുശ്ലോകി ഭാഗവതത്തെ വ്യാസമഹർഷിക്ക്, അതായത് 17 പുരാണങ്ങൾ രചിച്ചിട്ടും മനോമണ്ഡലത്തിൽ അദ്ദേഹത്തിന് അപൂർണത അനുഭവപ്പെട്ട ഒരു സമ്പൂർണ്ണമായ അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാതെ എന്തോ ഒരു വൈകല്യം, എന്തോ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥരചനയിലൊക്കെ എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം വ്യാസാശ്രമത്തിൽ ബദര്യാശ്രമത്തിൽ ഇരുന്നപ്പോൾ നാരദർ അവിടെ പ്രത്യക്ഷീകരിക്കുകയും അങ്ങയുടെ മനസ്സിൻ്റെ സന്തോഷത്തിൻ്റെ കുറവിന് കാരണം, മനസ്സന്തോഷം പൂർണ്ണമായി അങ്ങേക്ക് സംഭവിക്കാത്തതിൻ്റെ കാരണം, അല്ലെങ്കിൽ എന്തോ ഒരു കുറവ് അങ്ങേക്കുള്ളതായി തോന്നുന്നതിൻ്റെ കാരണം അങ്ങ് ഭഗവത് ലീലയെ പൂർണ്ണമായി പ്രകീർത്തിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ജീവൻ്റെ പുരുഷാർത്ഥങ്ങളായിരിക്കുന്ന ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ പ്രതിപാദിച്ചാണ് വ്യാസർ പുരാണങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ എഴുതിയിരിക്കുന്നതിൻ്റെ യഥാർത്ഥ ആശയം എന്താണെന്ന് ചോദിച്ചാൽ പുരുഷാർത്ഥ സാധൂകരണമാണ്, ധർമാർത്ഥ കാമ മോക്ഷങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നാരദ മഹർഷി അവിടെ ഉപദേശിച്ചു, ഈ പുരുഷാർത്ഥങ്ങളെ സാധൂകരിക്കണമെങ്കിൽ അതിനടിസ്ഥാനം ഭക്തിയാണ്. അതിനെക്കുറിച്ച് ബോധമുണ്ടായിട്ട് പോരാ. ഇപ്പോൾ ധൃതരാഷ്ട്രർ ഒരിക്കൽ പറഞ്ഞു, വിതുരരോട് പറയുണ്ടായി, ധർമ്മം എന്നാൽ എന്താണ് എന്നെനിക്കറിയാം, അത് നീ എന്നെ ഉപദേശിക്കേണ്ട. ധർമ്മം എനിക്ക് ആചരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെയൊക്കെ പലരുടെ അവസ്ഥ ഇതാണ്. നമുക്ക് ഗ്രന്ഥങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയൊക്കെ ധർമ്മത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പലർക്കും അറിയാം, പക്ഷേ അത് സ്വന്തം പ്രവൃത്തിയിൽ കൊണ്ടുവരാനാണ് സാധിക്കാത്തത്. നമ്മളൊക്കെ അന്ധന്മാരായ ധൃതരാഷ്ട്രരെ പോലെയാണെന്ന്. കാരണം ഇതെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ എത്ര പേരിത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നു എന്നുള്ള. അതുകൊണ്ട് എൻ്റെ അഭ്യർത്ഥന, കഴിവതും ഭാഗവതം പഠിക്കുന്നവരും പറയുന്നവരും ഒക്കെ മനസാക്ഷിയിലെ ഭാഗവത ധർമ്മത്തെ സ്വന്തം പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് സമൂഹത്തിന് മാതൃകയാകണം, ആ മാതൃകയായി ഭവിക്കണം എന്ന് ആണ് എൻ്റെ ആഗ്രഹവും എൻ്റെ അപേക്ഷയും. നമ്മളെ നോക്കി നമ്മളുടെ സമൂഹം, നമ്മുടെ ചുറ്റുമുള്ളവർ പഠിക്കട്ടെ. നമ്മൾ ഭാഗവതത്തെ എടുത്തുകൊണ്ടാണ് അയാൾ സ്വന്തമായി നന്നായി നിലനിൽക്കുന്നത്, ജീവിക്കുന്നത് എന്ന് നമ്മുടെ അയലത്തുകാർ, നമ്മളെ വീക്ഷിക്കുന്നവർക്കൊക്കെ തോന്നണം. അപ്പോൾ അവരെ മറ്റൊരാളുടെ പ്രേരണയില്ലാതെ ഭാഗവതത്തിലേക്ക് കൊണ്ടുവരാൻ അത് നമ്മളുടെ മാതൃക അതിന് സഹായകമാകും. അതുകൊണ്ട് സർവേശ്വരൻ അതിനെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഭാഗവതം നാരദ മഹർഷിയിൽ നിന്ന് വ്യാസർ ചതുശ്ലോകത്തിൽ കൂടെ കേൾക്കുകയും ആ ചതുശ്ലോകി ഭാഗവതത്തെ 18,000 ശ്ലോകങ്ങളാക്കി പരത്തി വിരിച്ചുകൊണ്ടാണ് വ്യാസമഹർഷി നമ്മളുടെ മുന്നിലേക്ക് ഈ മഹാഗ്രന്ഥം, ഈ ദിവ്യമായ അമൃത്, ഭാഗവതാമൃതമെന്ന മഹത്തായ, കാരണം ഇത് അമൃത് കഴിച്ചാൽ മരണം ഭവിക്കില്ല എന്ന് പറഞ്ഞതുപോലെ ഭാഗവതമാകുന്ന തത്വജ്ഞാനം ഗ്രഹിക്കുന്ന ഒരാളിന് ജീവിതത്തിൽ ഒരിക്കലും ദുരിതങ്ങളോ ദുഃഖങ്ങളോ കഷ്ടങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഭഗവാന്റെ സാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ടാകും, ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചതുശ്ലോകി ഭാഗവതം ഉപസംഹരിക്കുകയാണ്. ഭഗവാൻ ശ്രീഹരി നമ്മെ രക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഗുരുവായൂരപ്പ ശരണം. പുണ്യതമ്പുരാനായിരിക്കുന്ന ഭഗവാൻ ഉണ്ണിക്കണ്ണൻ എപ്പോഴും നമ്മുടെ ഉള്ളിൽ തുള്ളിക്കളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവേഷു ഹരേ സർവേ സന്തു നിരാമയാം. ഹരേ നാരായണ നാരായണ നാരായണ, ഹരേ നാരായണ നാരായണ. ഓം ശാന്തി ശാന്തി.